തരോ ബേട്ടാ. ഞങ്ങളെല്ലാരും ഞങ്ങൾ ആർക്കും അറിയില്ല ഗൈസ്. തിരിച്ചു വരുമോ നിനക്ക് ഒന്നുമില്ല ഇതാണ് അതില് പോയോളെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് നമ്മൾ ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് നമ്മൾ ഇതിന് മുമ്പേയും ചലഞ്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി കാണുക. അതേപോലെ തന്നെ ഒരുപാട് ഷോർട്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ചാനലിൽ പോയി കാണുക. അതേപോലെ തന്നെ നമുക്ക് ചില ചലഞ്ചസ് ഒക്കെ സജഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചലഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇമോജിയിൽ നിന്ന് നമ്മൾ മൂവി ഐഡന്റിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ കുറച്ച് ഇമോജി വരും. ആ ഇമോജിയിൽ നിന്നും ഇത് ഏത് മൂവിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആരാണോ കൂടുതൽ മൂവീസ് ഐഡന്റിഫൈ ചെയ്യണത് ഓരാവും ഈ ചലഞ്ചിലെ വിന്നർ. അവർക്ക് നമ്മൾ ലാസ്റ്റ് എന്തെങ്കിലും ഗിഫ്റ്റും കൊടുക്കും. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ ഗൈസ് നമുക്ക് എന്താണ് ഇമോജീസ് എന്ന് നോക്കാം. എന്നിട്ട് ആരാണോ മൂവി ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു പോയിന്റ്. അപ്പൊ ഗൈസ് നമുക്ക് നോക്കാം. എനിക്കറിയാം, അനുരാഗ കരിക്കിന് വെള്ളം അല്ലേ? ഞാൻ കണ്ടുപിടിച്ച് വസിട്ടത് അത് മറ്റേ ആസിഫ് അലിയുടെ ഗായ്സ്. നമുക്ക് രണ്ടാമത്തത് ഏതാണെന്ന് നോക്കാം. പൊന്മുട്ടയിടുന്ന താറാവ്. ഇക്ക് രണ്ടു ആർക്കായി ഇനി നമുക്ക് മൂന്നാമത്തത് ഏതാണെന്ന് നോക്കാം. ഒരു പോയിന്റ് ഇപ്പൊ ആവയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവയ്ക്ക് ഇപ്പൊ ഒരു പോയിന്റ് ആയി. എനിക്ക് 2 പോയിന്റ് ആയി. ഇപ്പൊ 0 പോയിന്റ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തത് ഏതാ നോക്കാം. മധുരരാജാവ് ഗൈസ്. അങ്ങനെ നമുക്ക് ശ്രീകുട്ടിക്ക് ഒരു പോയിന്റ് ആയിട്ടുണ്ട്. നമുക്ക് 4th റൗണ്ടിലേക്ക് കടക്കാം. നോക്കാം. സംശയം പഴക്കൊല. സംശയമണി പഴക്കൊല. ജഡ്ജ് ആടി നേര്. കുടുംബകോട് പഴാണെങ്കിലും ഇട്ടിമാണി മേടിച്ചൈര തുടരും. സംശയം മണി ആലപ്പുഴ ജിങ്കാന. അപ്പൊ ഗൈസ് നമുക്ക് 3 ആക്കും പടം ഏതാന്ന് അറിയില്ല. അപ്പൊ നമുക്ക് പടം ഏതാ നോക്കാം. പടം ചിന്താമണിക്കൊലക്കേസ്. ഇതുവരെ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പടത്തിന്റെ പേര് കേട്ടിട്ടില്ല. സുരേഷ് ഗോപിന്റെ പടമാണ്. ഞങ്ങക്ക് 3 ആക്കും ഇതിന് പോയിന്റ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. മേഘത്തുള്ളി. മഴത്തുള്ളി. മഴത്തുള്ളികൾ പൊഴിഞ്ഞു. പാട്ടല്ലടി പടാണ്. പാട്ട് പാടല്ലേ. കാർത്തുള്ളി. മേഘരാഗം ഈ സീരിയലല്ലേ. മേഘം മേഘം. മഴ മേലെ പൂത്തു തുടങ്ങി. മോഹ പെയ്ത് തുടങ്ങി.
നമുക്ക് ആർക്കും മൂവി ഏതാന്ന് അറിയില്ല. അപ്പൊ മൂവിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ മഴത്തുള്ളിക്കിലുക്കം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഗൈസ് ഈ പടം ആണ്. അപ്പൊ നമുക്ക് അടുത്തത് ഏതാ നോക്കാം. പോയോ ഉറുമ്പ് ഉറുമി ഉറുമിക്ക് മീ എന്താണ്? ഉറുമ്പ് ഉറുമ്പാണ് പെൻസിൽ. ആന്റണീടോ ആന്റണി ആന്റണി കിട്ടിയത് അതന്നെ ഇത് പറഞ്ഞപ്പോഴാണ് കിട്ടിയത്. ഇരിക്കാണെന്നാണ് പോയിന്റ്. പാവക്കുട്ടനാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഞാൻ സങ്കടത്തോടെയാണെങ്കിലും പാവക്കുട്ടന്റെ നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം. അപ്പൊ ഈ റൗണ്ട് ഒന്നും ഇതിന് ഭാവിക്കാണ് ഒരു പോയിന്റ്. അപ്പൊ ഭാവിക്ക് 2 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്. പൂച്ചം ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ മധുരരാജ പറഞ്ഞു. ഈ ചേച്ചിക്ക് ഞാൻ അടുത്തത് ഏതാ നോക്കാം. കണ്ണാടി ഗോസ്റ്റ് മിറർ കണ്ണാടി ഭൂതക്കണ്ണാടിയാ. അപ്പൊ ഗൈസ് ഉത്തരം ഭൂതക്കണ്ണാടിയാണ്. അപ്പൊ ശ്രീകുട്ടിക്ക് 2 പോയിന്റ് ആയിട്ടുണ്ട്, ഗോവയ്ക്ക് 2 പോയിന്റ് ആയിട്ടുണ്ട്, ഇക്ക് 2 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. അതിന് കിട്ടുന്നവരാണ് ഗൈസ് നമ്മുടെ ഈ അപ്പൊ ഗൈസ് നമുക്ക് ഏതാ നോക്കാം. പള്ളിയിലച്ഛൻ അലാറാം വീടിന്റെ ഒരു കുഞ്ഞാട് കുരിശ് അല്ല അത് പ്രീസ്റ്റ് അല്ല. ഫ്രീ ടൈം ഹൗസ്. ഇത് നമുക്കറിയില്ല. പമ്മക്ക് അടുത്തത് ഏതാ നോക്കാം. ഗൈസ് പടം അച്ഛൻ ഉറങ്ങാത്ത വീട്. അച്ഛൻ എന്തുകൊണ്ടാ ഉറങ്ങാത്തത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ നമുക്ക് പടം ഏതാന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അടുത്തത് ഏതാ നോക്കാം. മങ്കിപ്പൻ. മങ്കിപ്പൻ ബൾബാണിത്. ബൾബ് ആൻഡ് മങ്കി മങ്കിപ്പന്നിന്റെ മുന്നേ ബൾബ് ലൈറ്റ് ആൻഡ് മങ്കി പെൻ. മങ്കിപ്പന് പോരാ, മങ്കിപ്പനിന് ഫസ്റ്റ് യാദവനാണ്. മങ്കിപ്പൻ അല്ല. എന്റെ കയ്യിൽ എന്താ കുരുണ്ടാ. അപ്പൊ ഞാനാണ് ഗൈസ് ഈ ചലഞ്ചിന് വിന്നർ. അർമാദിക്കോ ട്രീറ്റ്. അപ്പൊ ഗൈസ് എനിക്ക് 3 മാർക്ക് ആയിട്ടുണ്ട്. രണ്ടാളും പിന്നെ എപ്പത്തെയും പോലെ സമത്തിലാണ് കുത്തിരിക്കുന്നത്. അപ്പൊ ഗൈസ് 25 മാർക്കിന്റെ താഴത്തില്ല. ഉപദ്രവങ്ങൾ നമുക്ക് സമ്മാനം കൊടുക്കാം. സമ്മാനം ഗൈസ് നമ്മൾ എന്ന് വെറൈറ്റി സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. വെറൈറ്റി ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യണ്ടേ. അവിടെ സമ്മാനം ചലഞ്ച് ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പറയുന്ന ചലഞ്ച്